ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാൻ നല്ല സ്വാദുള്ള ക്യാബേജ് തോരനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു ചെറിയ ക്യാബേജ്, ഒരു മുറി സവാള, 2 പച്ചമുളക് എന്നിവയാണ് നമുക്ക് ആവശ്യം. ക്യാബേജും പച്ചമുളകും സവാളയും നന്നായി കഴുകിയ ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം. ക്യാബേജ് ചെറിയ രീതിക്കൊക്കെ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1-2 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് മാറ്റിവെക്കാം. അരിഞ്ഞെടുത്ത ക്യാബേജും സവാളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ക്യാബേജിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു പാനിൽ എണ്ണ ചൂടാക്കിയ ശേഷം കടുക് വറക്കാം. അതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇളക്കിയ ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് താളിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പ്, ഉണക്കമുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ തോരൻ്റെ രുചി വളരെ നന്നായിട്ടുണ്ടാവും. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത ശേഷം നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ക്യാബേജ് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സിയോ അല്ലെങ്കിൽ അരകല്ലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അടപ്പ് തുറന്ന് ഈ തേങ്ങാക്കൂട്ട് ക്യാബേജിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഒരു 2 മിനിറ്റ് നേരം ചെറു തീയിൽ നന്നായി ഇളക്കി ഉലർത്തിയെടുത്താൽ സ്വാദിഷ്ടമായ ക്യാബേജ് തോരൻ റെഡി.